ലോകത്തെ ഏറ്റവും വലിയ രഹസ്യമായാണ് കത്തോലിക്കർ കുമ്പസാര രഹസ്യത്തെ കാണുന്നത്. തല പോയാലും ആ രഹസ്യം വെളിപ്പെടുത്താൻ പാടില്ല. കുമ്പസാര രഹസ്യം കാത്തുസൂക്ഷിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെട്ട വൈദികരെ രക്തസാക്ഷികൾ ആക്കിയിട്ടുണ്ട്. എന്നാൽ ഒരു വൈദികന്റെ കുമ്പസാര രഹസ്യത്തെക്കുറിച്ച് സഭ അന്വേഷണം നടത്തിയാലുള്ള അവസ്ഥയെന്താകും? ഇത്തരമൊരു അന്വേഷണത്തിന് ഇരയായ വൈദികന്റെ ദുരൂഹ മരണമായിരുന്നു സഭ പിന്നീട് കണ്ടത്. ഫാദർ ഫ്രാൻസിസ് ഞള്ളമ്പുഴ എന്ന നല്ലവരിൽ നല്ലവനായ വൈദികൻ മരിച്ചിട്ട് ഇപ്പോൾ 3 വർഷമായി. ഈ മരണം ഹൃദയാഘാതം മൂലമാണ് എന്ന് ഔദ്യോഗികമായി പറയുന്നു. എന്നാൽ ആത്മഹത്യ എന്നാണ് വേറൊരു ഭാഷ്യം. കൊലപാതകം ആണ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഒരിക്കൽ ഒരു യുവതി കുമ്പസാരത്തിൽ തന്നെ ഒരു വൈദികൻ ലൈംഗികമായി ദുരുപയോഗിച്ചതിനെക്കുറിച്ച് പരാതിപ്പെട്ടിടത്താണ് തുടക്കം. സാധാരണ വൈദികർ ചെയ്യുന്നതുപോലെ എല്ലാം സഹിച്ച് 10 നന്മ നിറഞ്ഞ മറിയവും 10 സ്വർഗസ്ഥനായ പിതാവും പ്രായശ്ചിത്തമായി നൽകി യുവതിയെ അച്ഛൻ പറഞ്ഞയച്ചില്ല. ഈ വിവരം സഭാ നേതൃത്വത്തെയും പോലീസിനെയും അറിയിക്കാൻ അച്ഛൻ ഉപദേശിച്ചു. യുവതിയുടെ പരാതി കിട്ടിയ ഉടൻ മാനന്തവാടി രൂപത നേതൃത്വം ഉണർന്നു. പക്ഷേ പീഡിപ്പിച്ച പെൺകുട്ടിയെ രക്ഷിക്കാനായിരുന്നില്ല. കുമ്പസാരത്തിലൂടെ സഭയെ അപമാനിക്കാൻ ശ്രമിച്ച വൈദികനെതിരെയായിരുന്നു ഈ നീക്കം. അന്നു മുതൽ ഈ വൈദികൻ സഭാ നേതൃത്വത്തിന്റെ കണ്ണിൽ കരടായി. അച്ഛനെതിരെ വ്യാജ പരാതികളുടെ പ്രവാഹമായി. പിന്നീട് വ്യാജ പീഡനക്കേസിൽ ഉൾപ്പെടുത്താൻ നീക്കം നടത്തിയത് തടഞ്ഞത് അച്ഛനെ സ്നേഹിക്കുന്ന ഇടവകക്കാർ തന്നെയായിരുന്നു. അതിനിടയിലാണ് ഇടവകയിലൂടെ വൈദികർക്കും കന്യാസ്ത്രീകൾക്കുമിടയിൽ ഒരു ഊമക്കത്ത് പ്രചരിച്ചത്. ഈ ഊമക്കത്ത് ഫാദർ റോബിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വൈദിക മാഫിയകൾ നടത്തുന്ന അഴിമതിയും സ്ത്രീപീഡനവും അതിന് മെത്രാൻ നൽകുന്ന പിന്തുണയുമായിരുന്നു ചർച്ച ചെയ്തത്. ഊമക്കത്തിന്റെ സൃഷ്ടാവ് ഫ്രാൻസിസ് അച്ഛൻ തന്നെയാണ് എന്ന് എല്ലാവരും ചേർന്ന നിഗമനത്തിൽ എത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് 1 വർഷത്തോളം നീണ്ട അതിഭീകരമായ മാനസിക പീഡനത്തിലൂടെ ഫ്രാൻസിസ് അച്ഛൻ കടന്നുപോയത്. എല്ലാത്തിനും ഒടുവിൽ നഗരത്തിലെ ഒരു ഹോട്ടൽ മുറിയിൽ ഈ വൈദികനെ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, മറുനാടൻ മലയാളി.